എവിടെ ഈ പെണ്ണ്? ഇത്ര നേരമായിട്ടും കാണാനില്ലല്ലോ. അതാ ആ പെണ്ണിന്റെ ഉമ്മയാണല്ലോ വരുന്നത്. ഓ, ഇനിയിപ്പൊ കല്യാണം അങ്ങനെ നടത്തും. എല്ലാം കുളമായി. ഇതിനിപ്പോ 2 ദിവസം കൂടി റെസ്റ്റ് എടുത്തിട്ട് വന്നാ പോരായിരുന്നില്ലേ? കുറേ പ്ലാൻ ഉണ്ടാക്കി വെച്ചതായിരുന്നു, എല്ലാം കുളമായി. എന്താ നിന്റെ അസുഖമൊക്കെ മാറിയാ? ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നില്ലേ? നന്നായിട്ട് വയ്യായൊക്കെ മാറിയിട്ട് റെസ്റ്റ് എടുത്തിട്ട്. ആ, വയ്യായൊക്കെ മാറി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ തൽക്കാലം നിന്റെ മകള് വന്നുകൊണ്ടിരിക്കണ്ടല്ലോ. അവളൊന്ന് ക്ലാസ്സിൽ പോയി. അതുമല്ല, അവൾക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാണെന്ന് പറഞ്ഞു. എന്താ വന്ന് നിങ്ങളുടെ മകൻ ബാത്റൂമിന്റെ വാതിലവിടെ പോയി നിന്നെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാണെന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ അസുഖമൊക്കെ മാറി. ഓ, അപ്പൊ അതാണ് കാര്യം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എല്ലാ പ്ലാനും പൊളിഞ്ഞു. ആ പെണ്ണ് വരും വിചാരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ തള്ള വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ തള്ളൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു നോക്കാം, എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം. സമ്മതിക്കാണ്ടിരിക്കില്ല. സൈനബ, നിനക്കെന്നെ അറിയാലോ. ഞാൻ ഇപ്പൊ പറയാൻ പോണ കാര്യം കേട്ടാലേ നീ നെട്ടും. നിന്റെയൊക്കെ ഒരു യോഗയെ പുളിങ്കൊമ്പല്ലേ നിന്റെ മകൾക്ക് കിട്ടാൻ പോണത്. എന്താണ് താത്ത? എന്റെ മകനിക്ക് നിന്റെ മകളെ കൊണ്ടൊരു ഇഷ്ടം. നിങ്ങൾ പാവങ്ങളാണ്, അതൊന്നും നോക്കിയിട്ട് ഇപ്പൊ കാര്യമില്ലല്ലോ. എന്ത് ചെറുത് എന്ത് വലുത്. എന്റെ മകനിക്ക് നിന്റെ മകളും ഇഷ്ടമായ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് കല്യാണം കഴിച്ചു കൊടുത്താലോ എന്ന് അങ്ങോട്ട് വിചാരിക്കുകയാണ്. നിന്റെയൊക്കെ ഒരു യോഗയെ പണിക്ക് വരുന്ന ഈ വീട് ഇപ്പൊ ബന്ധുക്കാരായില്ലേ? അതുപോലെ തന്നെ അവളും പണിക്ക് വന്നവളിപ്പോ ഈ വീട്ടിലത്തെ മരുമകളും. തലവരാന്ന് പറഞ്ഞ ഇങ്ങനെ വേണം. എനിക്ക് പിന്നെ ഈ കാര്യങ്ങൾ അധികം ചർച്ച ചെയ്യാൻ ആൾക്കാരും നാദികളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അത് നീട്ടാൻ നിൽക്കൊന്നും വേണ്ട, ഉടനെ കല്യാണം നിർത്താം. നിന്റെ മകളെ കൊണ്ടുപോയി പറ. താത്ത പറയുന്നതുകൊണ്ട് ഒന്നും തോന്നണ്ട. ഈ കല്യാണത്തിന് എനിക്ക് ഇഷ്ടമല്ല, എന്റെ മകൾക്കും ഇഷ്ടം ഉണ്ടാവില്ല. അവള് പഠിക്കുകയല്ലേ, അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യം ഉണ്ടാവില്ല. പോരാത്തന്നെ നിങ്ങളുടെ മകനിക്ക് സുഖമില്ലാത്തതല്ലേ. ഈ സുഖമില്ലാത്ത ഒരു മകനിക്ക് എന്റെ മകളിന് കല്യാണം കഴിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോ അത് നടക്കില്ല താത്ത. താത്ത പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ എന്തായാലും പാവങ്ങൾ തന്നെയല്ലേ. നിങ്ങൾക്ക് യോജിച്ച ബന്ധം തന്നെ നിങ്ങൾ നോക്കി. എന്റെ അഹങ്കാരമാണ് എനിക്ക്. എന്റെ മകനെ നിന്റെ മകൾക്ക് വേണ്ടാന്ന് പറയാന് അത്രയ്ക്കൊക്കെ വളർന്ന നിങ്ങള് ഈ വീട്ടിൽ പണി ചെയ്ത് കിട്ടുന്ന പൈസയും കൊണ്ടാണ് നീയും നിന്റെ മകളും ജീവിക്കുന്നത്. അത് മറക്കണ്ട. താത്ത, പണികളൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പോണു. ഒന്ന് വെക്ക്. തള്ളയും മകളും കൂടിട്ടേ ഒന്നും കൂടി ആലോചിക്ക്. കയ്യിൽ വന്ന ഭാഗ്യം വേണ്ടാന്ന് വെക്കണേ. അഞ്ച് പൈസക്ക് വകയില്ല, എന്നാലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. പണമുള്ളതിന്റെ അഹങ്കാരമാണ്. നമ്മൾ പാവങ്ങളാണല്ലോ, എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടോ? പണം മാത്രമൊന്നും അല്ലല്ലോ ജീവിതം. എന്താ അമ്മ, എന്താ കാര്യം? അല്ലേ, ആ താത്ത ഞാനിന്ന് പണിക്ക് പോയപ്പോ പറയണേ അവന്റെ പ്രാന്തുള്ള മകനിക്ക് നിന്നെ കല്യാണം കഴിച്ചു കൊടുക്കാന്. ആ പ്രാന്തനെയാ? എന്നിട്ട് ഉമ്മ എന്ത് പറഞ്ഞു? ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞു. എനിക്കൊന്നും വേണ്ട ആ ചെക്കനെ. ആ ചെക്കനെ കണ്ടിട്ട് തന്നെ ഞാൻ പേടിച്ചു വന്ന്. ആ ചെക്കനെ ഇപ്പൊ എങ്ങനെ ഞാൻ ജീവിക്കുക ഒരു പ്രാന്തിന്റെ കൂടെ? മാത്രമല്ല, എനിക്ക് പഠിച്ച് ജോലിയൊക്കെ ആയിട്ട് നല്ല മതി കല്യാണം. നമുക്കൊരു സ്വന്തമായിട്ടൊരു വീടൊക്കെ വേണ്ടേ? എനിക്ക് എന്റെ ഉമ്മാനെ പണിക്ക് വിടാണ്ട് നോക്കണം. എന്റെ ഓർമ്മ വെച്ച് നാളെ തൊട്ട് എന്റെ ഉമ്മ കഷ്ടപ്പെടുകയാണ്. എനിക്ക് എന്റെ ഉമ്മാനെ നോക്കണം, എന്നിട്ട് മതി എനിക്ക് കല്യാണം.
എന്തായി ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം? നീ നിന്റെ മകളെ കൊണ്ട് സംസാരിച്ചാ? അത് നടക്കില്ല താത്ത, അവള് പഠിക്കണമെന്നാണ് പറയുന്നത്. നിന്റെ മകൾക്ക് പിന്നെ കളക്ടർ വരും. എൻ്റെ വീട്ടിൽ പണിക്ക് നിൽക്കണ ഇവൾക്ക് ഇത്ര അഹങ്കാരം. എൻ്റെ മകനെ അവൾക്ക് വേണ്ടാത്ര. വഴിയുണ്ട്, അങ്ങനെ വിട്ടാക്കി ശരിയാവില്ലല്ലോ. എന്നെ കൊച്ചാക്കിയിട്ട് അവൾ അങ്ങനെ ഇപ്പോൾ വലിയ അവളാവണ്ട. ഈ വാള അവളുടെ ബാഗിൽ വയ്ക്കാം, എന്നിട്ട് അവളുടെ കള്ളത്തേക്കിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. താത്ത, പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ പോണു. ആ, എൻ്റെ 3 പവൻ്റെ വളയാണ് അവളുടെ കയ്യിലുള്ളത്. പോട്ടെ പോട്ടെ. വേഗം പോട്ടെ, അല്ലെങ്കിൽ എൻ്റെ 3 പവൻ്റെ വള 3 ലക്ഷം ഉറുപ്പിയാണ്. ഉണ്ണി, ആ തൈല് കൊടുക്ക്. ആണോ? ഇപ്പൊ തരാം. അവിടെ നിന്ന് നല്ല പണിയായിരുന്നു. അടിക്കലും തുടക്കലും വാറാമല തട്ടലും ഒക്കെ കൂടി. പോരാത്തതിന് കഴിഞ്ഞ വർഷം കൈ ഒടിഞ്ഞതല്ലേ, അതുകൊണ്ടാണ് തോന്നുന്നത്. നല്ല വേദന. എന്നമ്മ പാട്ട് ഇതിട്ട് കഴിഞ്ഞ് ഇത്തിരി നേരത്തിന് ഒരു ആശ്വാസം കിട്ടും. എവിടെ? ഇവിടെ ആരുമില്ലേ? സൈനബ, സൈനബ മോളെ, ആരാന്ന് നോക്ക്. വരി ഉമ്മ, ആ താത്ത വന്നിരിക്കുന്നു. ആ താത്തയാ, വരി ഇരിക്കി. മോളെ, ആ ചെയർ ഇട്ട് കൊടുക്ക്. ഇതാത്ത ചെയർ. വേണ്ട, ഞാൻ ഇരിക്കാൻ വന്നതൊന്നുമല്ല. പൈസ വേണമെങ്കിലേ ചോദിച്ചിട്ട് വാങ്ങിട്ട് വരണം, അല്ലാണ്ട് കട്ടിട്ട് വരികയല്ലേ വേണ്ടത്. ഭയങ്കര അന്തസ്സാണല്ലോ കാര്യങ്ങളൊക്കെ സംസാരിക്കാന്. കക്കാൻ മാത്രം അന്തസ്സില്ലേ? എന്ത് കട്ടിട്ട് വരികയെ? താത്ത, നിങ്ങൾ എന്താ പറയണത്? ഞങ്ങൾക്ക് പൈസക്ക് കുറവുള്ളതൊക്കെ ശരി തന്നെ, പക്ഷെ അഭിമാനം കളഞ്ഞിട്ട് ജീവിച്ചിട്ടൊന്നുമില്ല. നല്ല നാക്കാണല്ലോ. ഞാനിപ്പോ തെളിവ് തരാ, നീ വരുമ്പോ കൊണ്ടുവന്ന് വേഗം ഇങ്ങോട്ട് കാട്ട്. അത് ഇവിടെ തന്നെ ഉണ്ട്, നോക്കിക്കോളി. അതാ നീ മാറ്റി വെച്ചതിന്ന്. എന്റെ 3 പവന്റെ വളയാണ്. 3 ലക്ഷം കൊടുക്കൽ പോവും. ആ, ഇതാ കിട്ടിയല്ലോ. ഇതന്നെ വരുമ്പോ കട്ട് വന്നത് നീയല്ലേ? ഇതെങ്ങനെ എന്റെ സഞ്ചിയിൽ വന്നത്? താത്ത, പടച്ചോള സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഇത് പിന്നെ നിന്റെ കവറിലേക്ക് എങ്ങനെ വന്ന്? നടന്നു വന്നാ? കക്കും ചെയ്തിട്ട് നോണ പറയും. ഇല്ല താത്ത, സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. സത്യമാണ് ഞാൻ പറയണത്. ഞാൻ എന്തിനും നുണ പറയേണ്ട ആവശ്യം? മതി, നിർത്ത് നിന്റെ അഭിനയം. ഞാൻ ഇപ്പൊ തന്നെ പോലീസിന്റെ അടുത്ത് പറയാൻ പോവുകയാണ്. നിന്റെ കയ്യിലിരിപ്പ് നാട്ടുകാരൊക്കെ അറിയട്ടെ. താത്ത, ഞങ്ങളെ നാട്ടിക്കരുത്. ഇത് ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കുന്ന വീടാണ്. ഹൗസ് ഓണർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഇറക്കി പോലും. ഞാൻ ഈ മകളിനെയും കൊണ്ട് എവിടേക്ക് പോകാനാണ്? സത്യമായിട്ട് ഇത് എന്റെ കവറിൽ വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും പോലീസിന്റെ അടുത്ത് പറയാൻ പോവുകയാണ്. നിന്റെ അഹങ്കാരമൊക്കെ ഒന്ന് മാറട്ടെ. താത്ത, പ്ലീസ് താത്ത, പോലീസിനെ വിളിക്കാതെ. ഞാൻ എന്തുവാണെങ്കിലും ചെയ്യാത്ത. ഉമ്മ അറിയാണ്ട് ചെയ്തതായിരിക്കും. പ്ലീസ് താത്ത, ചിലപ്പോ ഉമ്മ അറിയാണ്ട് എടുത്തതായിരിക്കും. താത്ത, പ്ലീസ് താത്ത, പോലീസിനെ വിളിക്കരുത്. ഞങ്ങള് നാട്ടിക്കരുത് താത്ത, പ്ലീസ് താത്ത. ഈ കാലിന്ന് മാറ്. ഞങ്ങള് നാട്ടിക്കരുത് താത്ത, പ്ലീസ് താത്ത.
താത്ത പറയുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാത്ത. എന്ത് വേണമെങ്കിലും ചെയ്യാന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ എന്റെ മകനെ കല്യാണം കഴിക്കി. ആ ശരി, കല്യാണം കഴിക്കാം. മോളെ വേണ്ട. അവൾക്ക് കുഴപ്പമില്ലല്ലോ, പിന്നെ നിനക്കെന്താണ്? താത്ത നിങ്ങൾ എന്താ പറയണത്? അവൾക്ക് വിവരമില്ലാണ്ട് പറയണതാണ്. അവൾക്ക് വിവരമില്ല എന്നാ? അവൾക്കിപ്പോൾ 18 വയസ്സ് കഴിഞ്ഞില്ലേ? എന്താ വിവരമില്ലാണ്ട്? നിന്നെക്കാട്ടി നല്ല വിവരമുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ. അവൾക്ക് സമ്മതമാണ് കല്യാണത്തിന്, പിന്നെ നിനക്കെന്താണ് തടസ്സം? ശരി, തൽക്കാലം ഇപ്പൊ പോലീസിന്റെ അടുത്ത് പറയണില്ല. അടുത്ത ആഴ്ച കല്യാണം, മനസ്സിലായല്ലോ? മോളെ നീ എന്തിനും കല്യാണത്തിന് സമ്മതിക്കാന്ന് പറഞ്ഞത്? ഇതൊക്കെ അവന്റെ തന്ത്രമാണ്. സത്യമായിട്ട് ഞാൻ വളയെടുത്തതല്ല, അവൻ നമ്മളെ കുടുക്കിയതാണ്. നീ അവന് ആ ചെക്കനെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്. പക്ഷെ പോലീസിനെ വിളിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അമ്മനെ അവർ കൊണ്ടുപോകില്ലേ? അമ്മ പിന്നെ ജയിലിലാവില്ലേ? പിന്നെ എനിക്ക് ക്ലാസ്സിലേക്കൊക്കെ പോകാൻ പറ്റും? കുട്ടികളൊക്കെ എന്നെ കളിയാക്കില്ല അമ്മ. പിന്നെ നാട്ടിലൊക്കെ നമ്മൾ എങ്ങനെ നടക്കും അമ്മ? എന്നാലും നീ ആ പ്രാന്തന്റെ കൂടെ എങ്ങനെ ജീവിക്കും മോളെ?